back to channel. This is AG Gaming M10. So guys, നമ്മൾ ഇത് കളിക്കുമ്പോൾ പുതിയൊരു മൾട്ടിപ്ലെയർ വീഡിയോയിലായിട്ടാണ് ഗൈസ് നമ്മൾ ഇത് കളിക്കാൻ പോകുന്നത്. ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ട് സർവൈവൽ മൾട്ടിപ്ലെയർ ഗെയിം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് തകർക്കുക ഗൈസ്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് AGT മച്ചുണ്ട് ഗൈസ്. അക്ഷത് ഗെയിമിംഗ് ടെക്കാണ് ഗൈസ്. അക്ഷത് ഗെയിമിംഗ് ടെക്കിൻ്റെ ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഗൈസ്, ഉറപ്പായിട്ടും. സെക്കൻഡ് പാർട്ട് നമ്മുടെ AGT മച്ചാൻ്റെ ചാനലാണ് ഇടുന്നത് ഗൈസ്. അപ്പൊ ഒരു ലൈക്ക് കൊടുത്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാണാം. എന്നോട്ട് വിശേഷം ഒരു വിശേഷമില്ല. അപ്പൊ നമുക്ക് നേരെ മരം വെട്ടാൻ തുടങ്ങാം ഗൈസ്. നമ്മളങ്ങനെ നമ്മുടെ ഫസ്റ്റ് മരം വെട്ടിയിരിക്കുന്നു. AGT മച്ചാൻ എന്തോണ്ട് പറയാൻ? കുറച്ച് നേരം കൊണ്ട് നീ എന്തോണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുക. മര്യാദയ്ക്ക് കളിക്കാൻ നോക്കാം, അല്ലെ നിന്റെ പെട്ട അടിച്ച് തിരിച്ചു വിടിഞ്ഞ്. നൈസ്. അങ്ങനെ നമ്മൾ അടുത്ത മരം കൂടെ വെട്ടാം. അങ്ങനെ നമ്മുടെ അടുത്ത മരവും നമ്മൾ വെട്ടി. AGT മച്ചാൻ ഇനി എങ്ങോട്ടാ പോകണ്ട? ഈ നമുക്കൊരു വീടുണ്ടാക്കാം. ഓക്കെ, വീടുണ്ടാക്കാൻ സാധനം എവിടെ നിന്ന് കിട്ടും? AGT മച്ചാൻ ഒന്ന് നിൽക്ക, എവിടാ ചാടി പോകുന്നത്? അവിടെ താണ്ട അവിടത്തെ ആ വാതില് തുറക്കാൻ പറ്റും, പൂട്ടൊന്നും ഇട്ടിട്ടില്ലേ? ഞാനും നോക്കട്ടെ, സാധനം കൂട്ടാൻ പറ്റും. നിങ്ങൾ മാറിക്ക്, ഞാൻ നോക്കാം. ഇച്ചിരി കീറി ഇനി നോക്കാം. അതൊന്നും പറ്റില്ല, നടക്കുന്ന കാര്യം പോയി. ആ സാധനമൊക്കെ അവർ NPC ക്യാരക്ടർ അവരുടെ ഒന്നും വീട് തുറക്കാൻ. പിന്നെ എല്ലാവരും ആ വീട്ടിൽ പോയി ഇപ്പോൾ താമസിച്ചു. ഇതിലൊക്കെ പൂട്ടിട്ട് വെച്ചിട്ട് എവിടത്തെ പരിപാടിയായത്? എവിടുത്തെ പരിപാടി എന്ന് വെച്ചാൽ അവർക്ക് പിന്നെ വീട് സൂക്ഷിച്ചോണ്ടിരിക്കണ്ടേ. പിന്നെ ഞാൻ വല്ല എൻ്റെ വീടാണ് ഞാൻ പൂട്ടിട്ട് വെക്കത്തില്ല. അപ്പൊ എല്ലാരും അടിച്ചു പിടിച്ചു പാസ്വേഡ് ഇട്ടേ വെക്കത്തുള്ളൂ. സൂപ്പർ. ഇത് എങ്ങോട്ടാടാ നീ പോകുന്നത്? എന്റെ പ്രകണ്ട എന്റെ പൊന്ന്, ഒരു മാനെ മാനിന് കണ്ടം വഴി ഓട്ടി. മാനര PT കൊച്ചമ്മന്നെ. AGT മച്ചാൻ എന്തി? AGT മച്ചാൻ വീടുണ്ടാക്കാൻ എവിടെങ്കിലും സ്ഥലം നോക്കണ്ടേ? ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ പറ്റുമായിരിക്കും. ഇവിടെ നോക്കാം. അതിന് ഒരു സാധനം ഉണ്ടാക്കാതെ. അതുണ്ടാക്കണമെങ്കിൽ ഇപ്പൊ എന്റെ 154 ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ ബ്ലാങ്ക് ഉണ്ട്, ഞാൻ ബ്ലാങ്ക് ഉണ്ടാക്കാൻ പോകും. ബ്ലാങ്ക്? അപ്പൊ ലോഗ് കുറിക്കാതെ എങ്ങനെ ബ്ലാങ്ക് ഉണ്ടാക്കുന്നത്? ലോഗൊക്കെ 2 കുറിച്ചൊക്കെ മതി. അപ്പൊ അങ്ങനായി. ഇവിടെ ബിൽഡിംഗ് പ്ലാൻ എന്ത് ചെയ്യാ കിട്ടി? അതിന് എത്ര ബ്ലാങ്ക്? 5 ബ്ലാങ്ക്. ഇനി 5 ബ്ലാങ്ക് എടുക്കണം. ഞാനൊക്കെ എന്നെ ഉണ്ടാക്കാനൊക്കെ കിട്ടും. ഒരു 5 ബ്ലാങ്ക് പെട്ടെന്നുണ്ടാക്കിയിട്ട് പെട്ടെന്നായി. ഞാൻ എന്നെ അതൊക്കെ AGT മച്ചാൻ എന്താ തീ കത്തിക്കൊണ്ടിരിക്കുന്നത്? തീ പിടിച്ചോണ്ടിരിക്കുന്നത് എന്തിനു? അതൊക്കെ എന്റെ ഒരു ഹോബിയാ. അതൊക്കെ പ്രൊഫഷണൽസിനെ പറ്റത്തുള്ളൂ. എന്റെ പൊന്നു, ഭയങ്കര പ്രൊഫഷണൽ അല്ലേ തന്നെ? പിന്നെല്ലാം പ്രൊഫഷണൽ അല്ലേ? നൈസ്. ബിൽഡിംഗ് പ്ലാൻ ഞാനാ എൻ്റെ കൂടെ ബിൽഡിംഗ് പ്ലാൻ ആട്ടെ, എന്നാലല്ലേ നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. AGT മച്ചാൻ ഈ സാധനമല്ല വെക്കേണ്ടത്, വേറെ ഉണ്ട്. ഇത് ട്രയാങ്കിളിന്റെ സാധനമാ. ഫൗണ്ടേഷൻ എൻ്റെ അത് വരട്ട്. എൻ്റെ വന്നെന്ന് തോന്നുന്നു. വന്നു. ഈ സാധനമാണ് ഞാൻ പറഞ്ഞത്. ഫൗണ്ടേഷൻ പറഞ്ഞ അത് ഈ സാധനം ഇപ്പൊ കാണിക്കാം. ഇപ്പൊ വെച്ച് കാണിക്കാം. ഇച്ചിരി കൂടെ നിൽക്കട്ടെ, ഇച്ചിരി ഞാൻ ഇങ്ങോട്ട് നിൽക്കട്ടെ. ഇവിടെ വെക്കാം. ഇവിടെ വെക്കാം. ഓക്കെ, കണ്ടല്ലോ, ഇപ്പൊ കണ്ടല്ലോ ഈ സാധനം വെക്കാൻ. അപ്പൊ ഞാനൊരു സ്ക്വയർ ഫൗണ്ടേഷൻ പണിഞ്ഞു. പിന്നെ സൈഡിലോട്ട് ഇച്ചിരി പോവാം. അവിടെ വെച്ച് പണിയാ ഇങ്ങനെ പണിഞ്ഞു പോകാനല്ലോ. വുഡ് തീരാറായെന്ന് തോന്നുന്നു. ഇതൊന്നും അൺലിമിറ്റഡ് വുഡായോ? സ്റ്റെപ്പും കൂടെ പണിഞ്ഞാലോ ഇപ്പം? പിന്നെ ഇപ്പോഴും സ്റ്റെപ്പ് പണി, വേറെ പണിയില്ല. ഇത് ആദ്യം ഫൗണ്ടേഷൻ ആദ്യം പണി, എന്നിട്ട് സ്റ്റെപ്പ് പണി. സ്റ്റെപ്പ് L-shaped സ്റ്റെപ്പ് ഉണ്ട്, പിന്നെ സാധാ സ്റ്റെയർ ഉണ്ട്. അല്ല, 2 നിലയൊക്കെ പണിയുമ്പോ L-shape വെച്ചാൽ മതി. വുഡ് കളക്ട് ചെയ്യാൻ പോവാം. അങ്ങനെ നമ്മുടെ വുഡ് പൊട്ടിയിരിക്കുന്നു. മരം വെട്ടി ഞങ്ങൾ 2 പേരും കൂടെ സഹായിച്ചാ പെട്ടെന്ന് തീരുമായിരിക്കും. ഒരെണ്ണം പൊട്ടി. ഇനി അടുത്ത മരം പൊട്ടിക്കാം.
എഴുതിയിട്ട് മച്ചാനെ എല്ലാം കൂടെ ഡ്രോപ്പ് ചെയ്തല്ലായിരുന്നു. നമ്മുടെ പുറകെ ആരോ കത്തം എന്റെ പൊന്നോ അണ്ടി. അയ്യോ ഇനി പിന്നെ കണ്ടാ വേണം ഓടിച്ച്. എന്നാടി ഞാൻ പറഞ്ഞല്ലേ പുറകെ വിത്ത് നിപ്പുണ്ടെന്ന്. അങ്ങനെ ഒരു ലോങ് യാത്ര കഴിഞ്ഞ് എത്തി. എന്തായാലും ഒരു പ്രാവശ്യം ചത്തില്ലേ, നമ്മളെ ലൂട്ടെല്ലാം പോയി. എന്തോ എന്റെ പേര് ഞാൻ അടിച്ചാ കിട്ടണ്ടേ, മൊത്തം കൂടെ തെറിച്ചു പോകുന്ന തോണ്ടിക്കുന്നവൻ. ഞാൻ തോണ്ട് പിന്നെ തിരിച്ചു കൊടുക്കുന്നു. എടാ ഇതെന്താ കിട്ടാത്ത. കൊന്നു അവനെ കൊല്ലുന്നു. ഞാൻ അവനെ കൊല്ലുന്നു. ഞാനിപ്പോ അതുകൊണ്ട് അവനവിടെ നിൽക്കുന്നു. ഇനി വാടാ, എന്റെ നേരെ വാ. നീ രാട്ട് ഫുള്ള് ഇനി വാ. നീ ഞാൻ വെച്ചിട്ടൊന്നും ചാകുന്നില്ലേ. അവന്റെ ലൂട്ടാണ് എന്റെ ഇരിക്കുന്നത്, അതുകൊണ്ട് അവൻ എന്നെ പോകുന്നു. അവിടെ നിക്കടാ. അവൻ ഓടി അവൻ കണ്ടം വഴി ഓടി. അതിനെ പോയിട്ടൊരു കാര്യമില്ല. അവർക്ക് തിരിച്ചു ആ ലൂട്ടൊക്കെ എടുക്കാൻ ബാക്കി. ഭാഗ്യം എന്തായാലും ഈ ലൂട്ട് എടുത്തു. ബാഗൊക്കെ ഉണ്ട്. അതുകൊണ്ട് ബെഡും ഉണ്ടോ, പക്ഷെ പൊട്ടിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കൊറേ എണ്ണം കിട്ടി. ഹൈ ക്വാളിറ്റി. ഇവനെ ഇനി ഞാൻ തല്ലിക്കൊല്ലും. ഇവന്റെ ഇമ്മോട്ടൽ, ഇവനെ ഹാക്കറാണ്. ഇവനെ കൊല്ലും. അതുകൊണ്ട് എന്നെ അടിക്കാൻ വരുന്നു. അടിച്ചു പോയി. ഞാൻ അടിച്ച് നിന്നെ ഇന്ന് ഞാൻ കൊല്ലുവാണ്. എന്റെ പൊലി ഇത്ര അടി അടിച്ചിട്ട് ഇവന് ചാവുന്നില്ലേ. എന്റെ പൊന്ന കഥം. ഞാൻ കഥ അവനേതാ ഹാക്കറും കണ്ട. ഒരു വിധത്തിൽ കണ്ടുപിടിച്ച്. നമ്മുടെ ലൂട്ടൊന്നും അല്ല, എന്നാലും നമ്മുടെ ലൂട്ട് പോലെ ഉണ്ട്. പക്ഷെ എന്തായാലും നമ്മുടെ ലൂട്ടല്ലേ. എനിക്കിപ്പോ ബെഡൊന്ന് പൊട്ടിച്ച് നോക്കിയാലോ.
ഈ ബെഡൊന്നും പൊട്ടത്തില്ല, പൊട്ടിച്ചാലും വലിയ പ്രയോജനമൊന്നുമില്ല. ഒന്നെങ്കിൽ ഇരുന്ന് പൊട്ടിച്ച് നോക്ക്, ചിലപ്പോ കിട്ടിയാലോ. ചിലപ്പോഴേ പോയി അത് പിക്കാക്സ് എന്ത് നോക്കാം. പൊട്ടിച്ചോ എന്നാ പിക്കാക്സ് ആണല്ലോ. പൊട്ടിക്ക് നീ. ഞാൻ ഇച്ചിരി നീങ്ങട്ടെ. പൊട്ടിക്ക് എന്നെ പൊട്ടിക്കില്ല, അവനെ പൊട്ടിക്ക്. ബെഡിനെ പൊട്ടിക്ക്. ബെഡിനൊന്ന് ഇരുന്ന് കിട്ടട്ടെ. ഇപ്പൊ കിട്ടുന്നുണ്ട് പെട്ടെന്ന് പൊട്ടിക്ക്. ഫുള്ളിപ്പൊ പൊട്ടും. ഇപ്പൊ പൊട്ടിയാണല്ലേ. ഇപ്പൊ പൊട്ടി. 3, 2, 1 പൊട്ടിയില്ലേ? ഇതെന്താ പൊട്ടാത്ത? പൊട്ടി. പക്ഷെ കിട്ടിയോ? നമുക്ക് കിട്ടിയോടാ? ഒന്നും കിട്ടിയില്ല, ഒരു സാധനവും കിട്ടിയില്ല. പിക്കാക്സ് ഒക്കെ ഉണ്ടല്ലോ. എത്രണ്ട്? പിന്നെ പിക്കാക്സ് തരും. ഹലോ, വീടിന്റെ ബാക്കി ഇനിയും പണിയാ. അതിനെയും പണിയാ. എനിക്കിനിയും മരമൊക്കെ പറിക്കട്ടെ. അതുകൊണ്ട് പിന്നെ പിക്കാക്സ്. എനിക്ക് തന്നെ പിക്കാക്സ് ഇപ്പോ. എനിക്കെന്താ പിക്കാക്സ്? എനിക്കിപ്പോ തന്നെ 3 എണ്ണം ഉണ്ട്. എന്നാ അടുത്ത മരം മുറിക്കാൻ വല്ലതും പോവാ. നമ്മുടെ വീട് ഫുള്ള് പൂർത്തിയാക്കാത്ത വീട്. ഇനി പൂർത്തിയാക്കാത്ത വേറെ വല്ല റിക്കറി വല്ല മണിയോന്ന് എനിക്ക് പേടി. എന്റെ പാല് കാച്ചലൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. പാല് കാച്ചലല്ല, ഫൗണ്ടേഷൻ പോലും ആയില്ല ഇതുവരെ. ഒരു ഭിത്തിയെങ്കിലും മണിഞ്ഞു വെക്കായിരുന്നു. എന്നിട്ട് ഒരു ബിയറിനെങ്കിലും കിട്ടിയെങ്കിൽ നല്ലായിരുന്നു. ഒരെണ്ണത്തിനൊക്കെ വടവെല്ലാം ബിയർ ഉണ്ടെങ്കിൽ അവിടെ ഒരു ബിയർ അടിക്കണ്ട. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതല്ലേ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുവരും. പുതിയൊരു ബഗ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. പുതിയൊരു ബഗ്. അതാണ് ഓടി. പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. എന്റെ പൊന്നോ, ചാടി കിട്ടി. അതുകൊണ്ട് വരുന്നു. എന്താ അവിടെ നിൽക്കുന്നത്? ഇനി വാ. ഇത്ര സ്പീഡ് നീ ഓടിയിട്ടും കിട്ടിയില്ല. അപ്പൊ നീ ചെറുതായിട്ട് നോക്കാൻ ചാടിയാലോ? ഞാൻ ചാടണോ? ഞാൻ ചാടി. എന്റെ മോനെ ഇനിയെ ഓടിച്ച് ഞങ്ങനെ കറിഞ്ഞിടിച്ചു. നിന്നെ നോക്കിയിരിക്കും. എടാ ഞാനൊന്ന് ചാടട്ടാ. അത്രേ ഉള്ളു. ഓക്കെ, ഒന്ന് ഇനി കുഞ്ഞിരി. എന്റെ പൊന്നു. ഓക്കെ, പിക്കാക്സ് എടുക്കുക. ഇരുന്നു അടിച്ചു. കഥ പോയി. വല്ല കാര്യമുണ്ടോ? ബെസ്റ്റ്. ഇച്ചിരി കൊണ്ട് നീങ്ങണം. ഇനി ഒരു അടിക്കുന്നുണ്ട്. നീ എന്താ കാണിച്ചോണ്ടിരിക്കുക? അല്ല, എന്റെ ഒന്നും കൊള്ളുന്നില്ല. കുറച്ചുകൂടെ കേറി വന്നാ. ഇപ്പൊ കൊള്ളുന്നുണ്ട്. ഇപ്പൊ അത് ചാകുമെന്ന് തോന്നുന്നത്. ഇപ്പൊ കല്ല് പൊട്ടിക്കുന്ന പോലെ ആയല്ലോ. നമ്മളിന്ന് കല്ല് പൊട്ടിക്കുന്ന പോലെ ആയല്ലോ. ഇത് കല്ല് പൊട്ടിക്കാറായല്ലോ. ഇപ്പോഴാണ് ചത്തത്. ചത്തല്ലോ. അല്ലെങ്കിൽ വായൊക്കെ തുറന്നിട്ടുണ്ട്. ചത്ത. ഇനിയും പോയി അടിക്കുക. കല്ലൊക്കെ പിടിക്കുന്ന പോലെ ഉണ്ട്. പിന്നെ ഇന്ന് പെട്ടെന്ന് കൊല്ലണേ. ഞാൻ ഇന്നൊന്നും കൊല്ലൊന്നും എനിക്ക് തോന്നുന്നില്ല. എടി ഇന്നൊന്നും ചാവ് പോകണം. എനിക്ക് കുറെ ലൂട്ടൊക്കെ കിട്ടുന്നുണ്ട്. ചാവുന്നില്ലല്ലോ. പോ ചാവ്. എന്റെ പൊന്നു, ഇതെന്തോ ഇരുമ്പ് കഷ്ണം. പൊട്ടിയിട്ടൊന്നും എന്തോ സാധനം ഇത്. പക്ഷെ നമുക്ക് കുറെ സാധനങ്ങൾ കിട്ടുന്നില്ലേ? അഡ്വാൻറ്റേജ് അല്ലേ? ചത്ത് ചത്തു. ഇനി നമുക്ക് വീടിന്റെ ബാക്കിയെങ്കിലും പണിയാ. വീടിന്റെ ബാക്കി ലോഗ് ഈ ലോഗ് തപ്പാൻ പോകാം. കൊറേ സാധനം കിട്ടിയാളാ. എടാ ബോണും കൊണ്ട് നമുക്ക് മറ്റേ ഇത് ക്ലബ് ഉണ്ടാക്കാം. ബോൺ ക്ലബിൽ. ഇനി ബോൺ ക്ലബ് ഉണ്ടാക്കാൻ ആദ്യം വീടിന്റെ ഫൗണ്ടേഷൻ പണിയാണ്. എന്നിട്ട് ബോൺ ക്ലബ്. അല്ല, രാത്രി ആയാൽ നമ്മൾ ഏതെങ്കിലും ഒരുത്ത പാട്ടാച്ച ഹെഡ് ഷോട്ട് അടിച്ചു പോകും. അല്ലെങ്കിൽ ബോൺ ക്ലബ്. ഇത് ചെറിയ മരം ഒരു പ്രയോജനമില്ല. എന്ന് വെച്ചാ വലുത് ഇതിന്റെ ആർട്ട് പോവല്ലാതെ. അതാ, ചെറിയ മരത്തിന് നല്ലോണം കുറച്ചൊക്കെ കിട്ടും. വലിയ മരത്തിന് 28 കിട്ടത്തുള്ളൂ. പക്ഷെ ചെറിയ മരത്തിന് 30 കിട്ടും. അത് എവിടുത്തെ ന്യായം? പക്ഷെ ഓവർ വലിപ്പമുള്ളതിനൊക്കെ ചിലപ്പോൾ 50 കിട്ടും. അതൊക്കെ കിട്ടും. അങ്ങനെ ഇപ്പോൾ മാപ്പെല്ലാം കറക്റ്റ്. ഞാനാണെങ്കിൽ മറ്റേ വീടിന്റെ ഫൗണ്ടേഷൻ വന്ന് വീട് എവിടെയാണെന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ഇത് വല്ല എവിടെയെങ്കിലും മറന്നു പോകണമെങ്കിൽ പെട്ടെന്ന് കിട്ടുമല്ലോ. ഒരു പേരിനെ കൂടെ കൊന്നാല് പിന്നെ
അപ്പൊ ഒരു പേര് വന്നതിന്റെ ഇതിലിരിക്കുമ്പോഴാ എനിക്ക് ഒട്ടും ലൈഫില്ല. ആ ചാടി ഒന്ന് തലക്കിട്ട് അടിച്ച് ഇതിനൊക്കെ ഹെഡ് ഷോട്ട് പഠിച്ച് വെച്ചത്. അയ്യോ അപ്പോ നോക്കട്ടെ. അവിടെ ഒരു ബിയറുണ്ട്. അവിടെ ഒരു ബിയറുണ്ട്. ഞങ്ങട് കൊണ്ടുവച്ചില്ല. ഇവിടെ നല്ലൊരു മരമുണ്ട്. ബിയറിനതപ്പം പറ്റില്ല പ്രയോജനം. മരമെങ്കിൽ മരം അടിച്ചടിച്ച് പിടിച്ചു. എന്ത് ചെയ്തിട്ട് അങ്ങ് ഓടി വാ. AG ഗെയിമിങ്ങിൽ തന്നെ പെട്ടെന്ന് പൊട്ടിക്കാൻ നോക്ക് നീ. ഞാൻ പൊടിച്ചോണ്ടിരിക്കില്ല. ഏജിട്ട് ദൂരെ എങ്ങാണ്ട് അതിന് ഓടി വരണ്ടേ? എന്റെ കാലെന്താ റോക്കറ്റ് ഒന്നും അല്ലല്ലോ. ഓക്കെ, അങ്ങനെ ഇത്രേ മതി. അങ്ങനെ നമ്മൾ അടുത്ത ജിറ്റ് മച്ചാന്റെ ചാനലായിരിക്കും സെക്കൻഡ് പാർട്ട് നമ്മൾ ഇടാൻ പോകുന്നത്. എല്ലാവരും പോയി നോക്കുക. എല്ലാവരും പെട്ടെന്ന് ജിറ്റ് മച്ചാന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.